കടയിൽ നിന്നും വാങ്ങുന്ന എക്സ്പെൻസീവ് ചീസിന് പകരം വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ചീസ് 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചീസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഇതിനു വേണ്ട ചേരുവകൾ നമുക്ക് പാല് വേണം, വിനീഗർ വേണം, ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഉപയോഗിക്കാം, പിന്നെ കുറച്ച് സോൾട്ടും. ഇത്രയും മാത്രം മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് 4 ടേബിൾ സ്പൂൺ വിനീഗറും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു ശകലം സോൾട്ടും കൂടി ഉപയോഗിക്കുന്നുണ്ട്. 1 ലിറ്റർ പാല് നമ്മൾ സ്റ്റൗവിൽ വെച്ച് സിമ്മിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കാനായിട്ട്. ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അത് നിർത്തരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ ലെവലെന്ന് പറയുന്നത് നമ്മുടെ വിരലുണ്ടല്ലോ, ഒരു വിരൽ ഈ പാലിൽ മുക്കി വെച്ച് കഴിയുമ്പോൾ ഒരു 10-15 സെക്കൻഡ് നമ്മളത് മുക്കി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ പൊള്ളരുത്. പലർക്കും ചീസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പരുവം തെറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് പാലിൻ്റെ ചൂട് കൂടിപ്പോകുന്നതാണ്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിരിക്കുക. 10 ഇല്ലെങ്കിൽ 15 സെക്കൻഡ് അതിനകത്ത് കൈ പൊള്ളുന്നില്ലെന്നുണ്ടെങ്കിൽ അന്നേരം സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. 1 ലിറ്റർ പാലിന് 4 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് ലോ സ്പീഡിൽ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചീസ് ഉണ്ടാക്കുന്ന താപനില, അതുപോലെ അതിൽ നമ്മൾ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ്, അതിൻ്റെ എടുക്കുന്ന സമയം ഇതൊക്കെ ആശ്രയിച്ചാണ് പലതരത്തിലുള്ള ചീസുകൾ നമുക്ക് മിക്കവാറും ഉണ്ടാക്കുന്നത്. എൻ്റെ കൂട്ടുകാർ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. പിന്നീട് വരുന്ന അപ്ഡേഷനും അടിപൊളി വെറൈറ്റി റെസിപ്പീസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ആ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി, സ്പീഡ് കൂട്ടരുത്, ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. അന്നേരം ഈ ചീസ് പാലിൽ നിന്നും വിട്ടിട്ട് ഒന്ന് ഫോം ചെയ്ത് വരും. അതുപോലെ ക്ഷമയോടെ അത് സ്പീഡ് കൂട്ടാതെ ഇളക്കി കൊടുക്കണം. അത് കാണാമല്ലോ, നിങ്ങൾക്ക് കട്ട് ചെയ്തതുണ്ടോ. ഞാൻ മറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഏത് സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. എനിക്കതൊരു പ്രത്യേക ഒരു സന്തോഷം അത് കാണാനായിട്ട്. അത് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഒരു കൊലാൻഡറിൽ കൂടെ നമ്മളതിനെ വെള്ളവും ചീസും കൂടെ ആയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ചെറിയൊരു കുക്കിംഗ് പ്രോസസ്സിൽ കൂടെ ഇത് കടന്നു പോകണം. അതിനെ അരിച്ചെടുത്ത് കഴിഞ്ഞു. പിന്നെ ആ കാണാം നമുക്ക്, കണ്ടോ, അരിച്ചെടുത്ത വെള്ളമാണ്. അത് വളരെ ഹെൽത്തിയാണ്. പരിപ്പ് കറി ഉണ്ടാക്കാനും സാമ്പാർ ഉണ്ടാക്കാനും ഒക്കെ സാധാരണ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മളത് അരിച്ചെടുത്ത ആ ചീസിൻ്റെ സാധനം നമ്മളത് വെള്ളത്തിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണേലും ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി അടുത്ത് ഈ ചീസ് നമ്മൾ ഉരുക്കിയെടുക്കാൻ പോവാണ്. കുറച്ച് സമയമെടുക്കും. ചെറിയ ചൂടാക്കി സിമ്മിലിട്ടിട്ട് വേണം. പാനൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് സിമ്മിലാക്കണം. ആക്കിയിട്ട് നമ്മളിതിനെ ആ കട്ടയെല്ലാം കൂടെ ഉടച്ച് അതിനകത്ത് വെള്ളമയമായ മോയ്സ്ചർ കംപ്ലീറ്റ് കളയണം. തീ കൂട്ടാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ചീസ് എന്ന് പറയുന്ന സാധനം ലോകം മുഴുവനുള്ള ആൾക്കാർ പലതരത്തിലുള്ള ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് അതിനകത്ത് പാല്, നമ്മൾ ഉപയോഗിക്കുന്ന പാലാണെങ്കിൽ പിന്നെ ഇച്ചിരി നല്ല അധികം വെള്ളം ചേർക്കാത്ത നല്ല പാലായിരിക്കണം. അതുപോലെ ഇതിനുപയോഗിക്കുന്ന പാലിൻ്റെ ആ ഒരു തരം, അതുപോലെ അതിനകത്തുള്ള മോയ്സ്ചർ, പിന്നെ എത്ര സമയം എടുക്കുന്നത് ഫോം ചെയ്ത് വരാനായിട്ട്, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ്, അതായത് അതിൻ്റെ ടെക്സ്ചർ, രുചി, പിന്നെ മണം,
ഉപയോഗം എന്നിവയിലെല്ലാം വലിയ വ്യത്യാസങ്ങൾ ചീസിനുണ്ടാകും. നമ്മൾ പലതരത്തിലുള്ള ചീസുണ്ട്. ഫ്രഷ് ചീസുണ്ട്, സെമി സോഫ്റ്റ് ചീസുണ്ട്, ഹാർഡ് ചീസുണ്ട്, പിന്നെ ബ്ലൂ ചീസുണ്ട്. ബ്ലൂ ചീസ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല, ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ പ്രോസസ്ഡ് ചീസുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ചീസുകൾ നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഫ്രഷ് ചീസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നില്ലേ, പനീർ, അതൊരു ഫ്രഷ് ചീസാണ്. അതുപോലെ തന്നെ അതിനകത്ത് കൂടുതൽ മോയ്സ്ചറുണ്ട്, അത് ഇച്ചിരി കൂടെ സോഫ്റ്റായിരിക്കും, ക്രീമി ആയിരിക്കും. അതുപോലെ തന്നെയുള്ള ഫ്രഷ് ചീസ് ആണ് റിക്കോട്ട എന്ന് പറയുന്നത്, കോട്ടേജ് ചീസ്, ക്രീം ചീസ്, അതുപോലെ തന്നെ പനീർ. ഇതെല്ലാം ഫ്രഷ് ചീസാണ്. അത് എളുപ്പത്തിൽ പെട്ടെന്ന് ഉരുകി പോകും, അതുപോലെ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയും ചെയ്യും. സാധാരണ ഈ ഫ്രഷ് ചീസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെസേർട്ട്സിനും അതുപോലെ തന്നെ ബ്രെഡ് സ്പ്രെഡുകൾക്കും സാലഡുകൾക്കും പിന്നെ കേക്കിൻ്റെ ഇടയിലൊക്കെ ഫില്ലിങ് വെക്കാനും ചീസ് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഈ ഫ്രഷ് ചീസ് സാധാരണ ഉപയോഗിക്കുന്നതാണ്. പിന്നെ പനീർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇന്ത്യൻ കറികളിലെല്ലാം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു സാധനമാണ് പനീർ എന്ന് പറയുന്നത്. പിന്നെ ഈ അടുത്തത് വേറൊരു തരത്തിലുള്ളതാണ് ഈ സോഫ്റ്റ് ചീസ് എന്ന് പറയും. ഈ ബ്രെഡിനും പഴങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത് ബേക്കിംഗ് ഫുഡുണ്ടല്ലോ, ബേക്ക്ഡ് ഫുഡ്സ്, അതിനകത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ സോഫ്റ്റ് ചീസ് എന്ന് പറയുന്ന സാധനം. അതിനകത്ത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട്, പാലുണ്ട്. ആ പാല് തീരുന്നത് വരെ അത് പറ്റി വരണം, അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വേറൊരു തരത്തിലുള്ള ചീസാണ് സെമി സോഫ്റ്റ് ചീസ് എന്ന് പറയും. അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. മോസറല്ല എന്ന് പറയും. ഇത് മോസറല്ല ചീസാണ്. നമ്മൾ സാധാരണ ലസാനിയ, സാൻഡ്വിച്ച്, പാസ്ത, പിസ്സ ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു ചീസാണ് സോഫ്റ്റ് ചീസ് എന്ന് പറയുന്നത്, മോസറല്ല ചീസ്. വേറൊരു തരത്തിലുള്ള ചീസാണ് ഹാർഡ് ചീസ് എന്ന് പറയും. അതിന് ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും, പിന്നെ അതിനകത്ത് അത് പ്രോസസ്സ് ചെയ്യേണ്ട സമയം കൂടുതലായിരിക്കും, അതിനകത്ത് ഈർപ്പം അതായത് മോയ്സ്ചർ കുറവായിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾസാണ് ഷെഡാർ ചീസും പർമീസൻ ചീസും. ഇതെല്ലാം പലതരത്തിലുള്ള ഫുഡിനകത്ത് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ചീസാണ്. സാലഡ്സിന് ഉപയോഗിക്കുന്നത് ഈ ഹാർഡ് ചീസാണ്, സൂപ്പിനകത്ത് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കും നമ്മൾ. ഇനി ബ്ലൂ ചീസ് ഈ സംഭവം ഞാൻ കണ്ടിട്ടില്ല. അതും സാധാരണ സാലഡുകൾക്കും പിന്നെ ഡ്രസ്സിങ്ങുകൾക്കും ഒക്കെ സാധാരണ ഉപയോഗിക്കും, സോസുകൾക്ക് ഉപയോഗിക്കും. അത് പ്രത്യേകിച്ച് നല്ല ഫ്ലേവർ തരാനായിട്ട് ഈ ബ്ലൂ ചീസ് നല്ലതാണ്. ഇനി അടുത്തതാണ് വേറൊരു തരത്തിലുള്ള ചീസുണ്ട്, പ്രോസസ്ഡ് ചീസ്. നമ്മൾ ഈ ഷോപ്സിലൊക്കെ കണ്ടിട്ടില്ലേ, ചീസ് സ്ലൈസസും ചീസ് സ്പ്രെഡ്, പിന്നെ ക്യൂബായിട്ട് ഇത് കിട്ടും. ഇതിനകത്തെല്ലാം ഈ പ്രോസസ്ഡ് ചീസാണ് ഉള്ളത്. നമ്മൾ സാധാരണ ഇത് സാൻഡ്വിച്ച് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ ബർഗർ അല്ലെ, പിന്നെ ഫാസ്റ്റ് ഫുഡ്, ഇതിലൊക്കെ കാണുന്നത് പ്രോസസ്ഡ് ചീസാണ്. ഇത് നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്തുള്ള ഈർപ്പമെല്ലാം കുറഞ്ഞ് വരുന്നുണ്ട്. ഇത് ഒരുവിധം പിന്നെ ഫോം ചെയ്ത് വരും, അതൊരു ലംബായിട്ട് ഫോം ചെയ്ത് വരും. ഈ സമയത്ത് നമ്മളത് സ്വിച്ച് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ടില്ല, ഞാനത് കുറച്ച് വെച്ചേക്കാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തേക്കണം. പിന്നെ ഇത് ഞാനൊരു ബൗളിലോട്ട് ഇച്ചിരി ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമില്ല, എന്നാലും ഞാനത് ചെയ്യുന്നേ ഉള്ളൂ. ഇളകി വരുമെന്നുള്ള ഇച്ചിരി കൂടെ എളുപ്പമാവുമല്ലോ എന്ന് ഓർത്തിട്ട് അതിനകത്തോട്ട് നമ്മളത് ഇടുകയാണ്. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഇതൊന്ന് ഈവനായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിടുക, ഒന്ന് പ്രസ് ചെയ്ത് ഒരേപോലെ ഒന്ന് ആക്കണം. പാലും പ്ലസ് വിനീഗർ ഇല്ലെങ്കിൽ നാരങ്ങ, ചീസ് റെഡി. വിനീഗറിന് പകരം നാരങ്ങ ചേർക്കാൻ പറ്റും കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ചീസ് റെഡിയായി. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്.
നല്ല എളുപ്പത്തിൽ അതിൽ നിന്ന് വിട്ടുവരും കേട്ടോ. കട്ട് ചെയ്തെടുക്കും. ഞാൻ ഈ ചീസിൻ്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചീസ് കഴിക്കുന്ന ട്രിവാൻഡ്രം സൂയിൽ വെച്ചാണ്. അതിന് കാര്യമുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് ഞാൻ പഠിച്ചു വളർന്നതൊക്കെ. അപ്പോൾ ട്രിവാൻഡ്രത്ത് സൂ കാണാൻ പോയപ്പം എൻ്റെ പപ്പ എനിക്ക് അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് ചീസ് പീസസ് വാങ്ങിച്ച് എനിക്ക് തന്ന. ആദ്യമായിട്ട് കഴിച്ചുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പപ്പ വാങ്ങിച്ചു തന്നുകൊണ്ടും ആ ടേസ്റ്റ് ഇന്നും എനിക്ക് എൻ്റെ നല്ല ഓർമ്മയുണ്ട്. അത്രയും ടേസ്റ്റുള്ള ചീസ് എനിക്ക് പിന്നത്തെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും ട്രിവാൻഡ്രം സൂവിൽ പോയിട്ടുണ്ടോ? അത് അവിടെ പോയപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അതിലൊന്ന് എഴുതി അറിയിക്കണേ. എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് ട്രിവാൻഡ്രം. അപ്പോൾ ഒരു ആകാംക്ഷ, നിങ്ങൾ ആരൊക്കെ അവിടെ പോയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഏതൊക്കെ ചീസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഏതൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ചീസ് ഉപയോഗിച്ചേക്കുന്നത് എന്ന് എന്നോടൊന്ന് പറയണേ. ഞാൻ ഈ പറഞ്ഞ പോലെ പാസ്ത, പിസ്സ, ബർഗർ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ലസാനിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഭവമൊക്കെ ചീസ് ഉപയോഗിക്കാറുണ്ട്. ഷെഡാർ ഉപയോഗിച്ചിട്ടുണ്ട്, പർമീസൻ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ മോസറല്ല ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് 3 ടൈപ്പിലുള്ള ചീസാണ് ഞാൻ പേഴ്സണൽ കുക്കിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് കട്ടായിട്ടുണ്ട്. ഇനി കണ്ടല്ലേ, എൻ്റെ ഒരു വെബ്സൈറ്റുണ്ട്, സീനാസ് ഫുഡ് ബാസ്ക്കറ്റ് .com എന്ന് പറഞ്ഞ്. അത് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. പിന്നെ നിങ്ങൾ അതിനകത്ത് കയറി നോക്കുവാണെങ്കിൽ കാണാം ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. ഇങ്ങനത്തെ നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മളിനിയും ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് എനിക്ക് മോൾക്ക് കൊടുത്തയക്കാനായിട്ട് രാവിലെ ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ എന്നാലും ഇടയ്ക്കൊരു സ്നാക്സ് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇത് ഇടയ്ക്ക് സ്നാക്സിൻ്റെ കൂടെ വല്ലതൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഇതേ ചീസ് വെച്ചിട്ട് ആദ്യം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തു. 2 പീസസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഗീ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിലോ ഗീയോ എന്തെങ്കിലും വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീസ് പീസസ് വെക്കുന്നുണ്ട്. വെച്ചിട്ടൊരു ചെറിയൊരു സാൻഡ്വിച്ച്. അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും വെക്കുന്നില്ല. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. പക്ഷെ അതൊന്നും വെക്കാതെ തന്നെ ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. പിന്നെ വീഡിയോയ്ക്കും ആഡ് ചെയ്യാമല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നൊരു കാര്യമാണ്. ഞങ്ങൾ കുറേ നാൾ സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നപ്പോഴത്തേക്കിന് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ലുലുവിലൊക്കെ കിട്ടുന്നുണ്ട്. പല തരത്തിലുള്ള ചീസസ് നമുക്ക് കാണാൻ പറ്റും. അതായത് വൈറ്റ് കളറിലുള്ള, അതായത് വൈറ്റിൻ്റെ പല ഷെയ്ഡ്സ്, ക്രീമിൻ്റെ കളറിലുള്ള പല ഷെയ്ഡ്സ്, ചിലത് ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള ചീസ് പല ഷേപ്പിലും പല ടെക്സ്ചറിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അത് ചീസ് ചെയ്തു. അവളെ പറ്റിക്കാനായിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ഇത് ആഡ് ചെയ്തു. അതൊക്കെ ഒരു സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. തട്ടിക്കൂട്ട് സാൻഡ്വിച്ച്. ഈ ചീസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.